ഒരു ബീജഗണിത രൂപം തന്നാൽ അതിൽ നിന്നും ഒന്നാം പദം എഫ് എങ്ങനെ കണ്ടുപിടിക്കാം, ഡി അല്ലെങ്കിൽ പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഇവിടെ നമ്മുടെ ബീജഗണിത രൂപം എക്സ് എൻ = 4n+3. ആദ്യമായി നമ്മൾ ഒന്നാം പദം കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ ഒന്നാം പദം തന്നിരിക്കുന്ന ബീജഗണിത രൂപം 4n+3. അപ്പോൾ എന്നിന് 1 എന്ന് കൊടുത്താൽ നമുക്ക് ഒന്നാമത്തെ പദം കിട്ടും. വളരെ സിമ്പിളാണ്. എന്നിൻ്റെ വാല്യൂ 10 എന്ന് കൊടുത്താൽ 10ാമത്തെ പദം, എന്നിൻ്റെ വാല്യൂ 50 എന്ന് കൊടുത്താൽ 50ാമത്തെ പദം. അപ്പോൾ നമ്മൾ എന്നിനെ 1 കൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ 4 × 1 + 3. 4 × 1 + 3 എന്ന് പറഞ്ഞാൽ 4 + 3 = 7. അപ്പോൾ നമ്മൾ ഒന്നാം പദം അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 7 ആണ്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക. ഡി കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. തന്നിരിക്കുന്ന ബീജഗണിത രൂപം xn = 4n+3 ആണ്. അപ്പോൾ ബീജഗണിത രൂപത്തിൽ നിന്നും എങ്ങനെയാണ് പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക? എണ്ണിൻ്റെ കൂടെയുള്ള വാല്യൂ എന്താണോ അതായിരിക്കും നമ്മളുടെ പൊതുവ്യത്യാസം. ഈ ബീജഗണിത രൂപത്തിൻ്റെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്, സമാന്തര ശ്രേണിയുടെ പൊതുവ്യത്യാസം എന്ന് പറയുമ്പോൾ 4 ആണ്. എന്നിൻ്റെ കൂടെയുള്ള വാല്യൂ 4 ആണ്.